അടുത്തതായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വാഗതം ചെയ്യുന്നു. പറഞ്ഞ് ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും ഞാൻ സ്വാഗതം അർപ്പിക്കുകയാണ്. പല ദിവസം അനുസ്മരിക്കുമ്പോൾ നമ്മളുടെ ഒത്തുകൂടുമ്പോൾ ഭൂമിയെ സംരക്ഷിക്കാനുള്ള നമ്മുടെ ഈ കൂട്ടായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുകയും സുസ്ഥിര ജീവിതം സംരക്ഷണം ഇതെല്ലാം നമ്മൾ പരിസ്ഥിതിയെ കാര്യനിർവഹണത്തോടുകൂടി കൊണ്ടു നടത്താനുള്ള ശ്രമിക്കേണ്ടതായിട്ടാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അല്ലാതെ ഇവിടെ കൂടി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് മറന്നു പോകാൻ ഒരു വർഷത്തെ നമ്മൾ പ്രയോഗിക്കുകയാണ്. അതിലേക്ക് പഞ്ചായത്തിൽ നമ്മുടെ തൊഴിലുറപ്പിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായിക്കൊണ്ടിരിക്കുന്നത് ഹരിതവാതകങ്ങളാണ്. എല്ലാവർക്കും അറിയാം. വിമാനങ്ങൾ ആകാശം വിമാനങ്ങളെ കൊണ്ട് തന്നിരിക്കുകയാണ്. ഭൂമിയിലെ പ്രതിനിധിയും കൂടുതൽ അധികം ഗതാഗതം ആകാശത്തിലാണ്. എനിക്ക് ഭയങ്കര പോകുന്ന വാഹനത്തിൽ പോയ പക്ഷെ ആകാശത്ത് തുപ്പുന്ന ഹരിത വാതകങ്ങൾ ആ വാതകങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ കാര്യമായി അന്തരീക്ഷത്തിൽ ഇത്രമാത്രം മലിനീകരണമുണ്ടാക്കുകയും അതനുസരിച്ച് നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായി തീർന്നിരിക്കുന്നത്. പക്ഷേ ഇത് കാർബൺ ന്യൂട്രലൈസേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഞാൻ ഒരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ കാർബൺ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത് ഇന്ന് വലിയ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചാ വിഷയമാണ്. 2028 കാർബൺ ട്രേഡിംഗ് വരും. എന്താണ് കാർബൺ ട്രേഡിംഗ്? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. കാർബൺ ട്രേഡിംഗ് അതിന് നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ പ്രായം എത്രയായാലും നമ്മൾ പഠിച്ചു വന്ന സ്കൂളിലെ ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കും നമ്മൾ ഓരോരുത്തരും. ശരിയല്ലേ? നമ്മളെല്ലാം ഒന്ന് മാനസികമായിട്ട് ഫ്രീ ആയി നമ്മൾ ഇവിടുന്ന് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ എത്രയും പഠിക്കണം 14 വർഷം പോയാൽ നമ്മൾ വലിയ ആളാവുന്നത്. പക്ഷെ പഠിച്ച് നമ്മൾ ജോലി കിട്ടിയ ഒരു കുടുംബവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ജീവിച്ച സ്വർഗ്ഗം പറയുന്നത് അല്ലേ? അപ്പൊ ആ സ്വർഗത്തിലേക്കുള്ള കടന്നുകൂടെ ടെൻഷനും കാര്യങ്ങളും എത്ര പൈസയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സമ്മർദ്ദം നമുക്ക് അതിജീവിക്കാൻ പറയുന്നത് അല്ലേ? നമ്മുടെ കുട്ടികളെ നിയന്ത്രിക്കുന്നു, ഫാമിലി മുന്നോട്ട് കൊണ്ടുവരുന്നു, ചിലവുകളും ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാം ഓടി വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിക്കാലത്ത് ഞാനുണ്ടായി നമ്മുടെ കൂടെ പരിശോധന കാണുമ്പോൾ ഇപ്പൊ മത്സരയുടെ ന്യായം കാണുമ്പോൾ എന്നാണ് ആരായ വിദ്യാഭ്യാസം ഇതില്ല നമ്മുടെ ആ ഒരു ഫ്രീ വരുന്നുണ്ട്. അപ്പോ എന്തുമാത്രം പ്രാധാന്യം അവർ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി എന്തുമാത്രം പ്രാധാന്യം എടുക്കുന്നു, അല്ലെങ്കിൽ എത്ര ഒരു ആത്മാർത്ഥതയോടെയാണ് അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയേറെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നിർത്താനായിട്ടല്ല, കൂടുതൽ ആഗ്രഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ഒരു എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. എന്തായാലും ആദ്യം തന്നെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിലുള്ള ഏറ്റവും നല്ല രീതിയിൽ ഈ കൂട്ടായ്മ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മുന്നോടിയായിട്ട്
ക്ലാസ് കുട്ടികൾക്കായി സാറ് വളരെ നല്ല രീതിയിൽ നടത്തി തന്നതാണ്. അപ്പോൾ സാറിനോട് അന്ന് മുതലുള്ള ഒരു പരിചയവും അടുപ്പവും കുട്ടികൾക്ക് നല്ലതായ രീതിയിൽ യോഗ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിന്റെ തുടർ പ്രവർത്തനം എന്ന നിലയിൽ ആ ഗ്രൂപ്പുകൾ അതിൻ്റെതായ സാറുകളും രാജചേട്ടനും ഇന്നലെ 2-3 ദിവസം മുന്നായിട്ട് സ്കൂളിൽ കയറി ഇറങ്ങുന്നുണ്ട്. അപ്പൊ എന്റെ പേര് വെക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് ടീച്ചർ മറ്റൊന്നും വിചാരിക്കരുത്, ടീച്ചർ കാരണം നമുക്ക് അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഒരു പരിപാടിക്ക് വിളിച്ചാല് പങ്കെടുക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ ഈ താഴത്ത് വളരെ ദേശവുമായിട്ട് പരിചയപ്പെടാൻ തുടങ്ങിയിട്ട് 9ാമത്തെ വർഷമാണ്. അപ്പൊ അന്ന് മുതല് ഇവിടെയുള്ള ഓരോ വ്യക്തികളും എന്നോടും എന്റെ സ്ഥാപനത്തോടും എന്റെ കുട്ടികളോടും കാണിക്കുന്ന ഒരു സ്നേഹം എനിക്ക് എന്നും ഓർമ്മയിൽ. ബാൻഡ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രായം നിന്ന് ശരിക്കും പറഞ്ഞൊരു നമ്പർ മാത്രമാണ്. അത് പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേകം ഞാനിവിടെ അഭിനന്ദിക്കുകയാണ്. ഇവരെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നമുക്ക് പറയാം ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ശരിക്കും പറഞ്ഞാൽ ചോദിച്ചാൽ ഇപ്പൊ കുട്ടികളോട് ചോദിച്ചാൽ അത് എന്തിനു വേണ്ടി ആചരിക്കുന്നു ചോദിച്ചാൽ എന്തു പറയും? ജൂൺ 5 എന്തിനു വേണ്ടി പറഞ്ഞു പോകും. ശരിക്കും പറഞ്ഞാൽ അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തൽ മാത്രമാകാതെ ജൂൺ 5 എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തൽ ഒരു വർഷത്തെ ഒരു ദിവസം ആഘോഷിക്കാൻ വേണ്ടിയുള്ള ദിവസമാകാതെ അത് ശരിക്കും പറഞ്ഞാൽ നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുക, ജലസംരക്ഷണത്തിൽ പങ്കാളിയാവുക, നവീകരണ ഊർജ സ്രോതസ്സുകൾ പിന്തുണയ്ക്കുക, പ്രകൃതിയോടുള്ള ബഹുമാനം ജീവിത രീതിയാക്കുക, പുതിയ തലമുറയ്ക്കായി പച്ച കുറച്ച ഒരു ഭൂമിക്ക് തുടക്കം ഇന്ന് തന്നെ തുടങ്ങാം. ഇതാണ് പരിസ്ഥിതി ദിനാചരണം.